ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ICICI ഡയറക്റ്റിനകത്ത് എങ്ങനെ നമ്മളൊരു പ്ലേസ് ചെയ്ത ഓർഡർ മോഡിഫൈ ചെയ്യാം എന്നാണ് ചെയ്യുന്നത്. ഞാൻ ലൈവായിട്ടൊരു ഓർഡറാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് ഇന്നലെ ഒരു ലിമിറ്റ് പ്രൈസിലിട്ട ഓർഡറാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് നോക്കിയിട്ട് കുറവായതുകൊണ്ട് അതിപ്പോൾ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലേക്കോ സ്വിച്ച് ചെയ്യുന്നത്. ഇതാണ് ICICIൻ്റെ പുതിയ ആപ്പ് വന്നേക്കുന്നത്. നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡർ കാണുന്ന ഓർഡർ ബുക്കിലാണ് നോക്കേണ്ടത്. താഴെ ഞാൻ വരച്ച് കാണിച്ചെടുത്ത് ഓർഡേഴ്സ് നോക്കുക. ഇത് കാണാം, ഈ ഓർഡർ ഞാൻ കഴിഞ്ഞ ദിവസം VTC ആയിട്ട് പ്ലേസ് ചെയ്തതാണ്. വാലിഡിറ്റി ക്യാൻസലേഷനായിട്ട് 5900 രൂപയ്ക്കാണ് പ്ലേസ് ചെയ്തത്. 6073 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് നിൽക്കുന്നത്. ഞാൻ അപ്പോൾ ആ പ്രൈസിലേക്ക് ഈ ഓർഡറിനെ മോഡിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടും. അത് ക്ലിക്ക് ചെയ്തു. നമുക്കപ്പോൾ ഇപ്പോൾ ബിഡുകൾ കാണണമെങ്കിൽ ഇതിനകത്ത് ഗെറ്റ് കോഡ് എന്നുള്ള ഇത് നോക്കിയാൽ മതി. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഗെറ്റ് കോഡിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ബിഡ് പ്രൈസുകൾ കിടക്കുന്നത് 6080 നടക്കുന്നത്. സെൽ പ്രൈസ് തന്നെ 1620 ആണ് കിടക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6081 നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ആരെങ്കിലും മാർക്കറ്റ് പ്രൈസിൽ സെല് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആവുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽപ്പിക്കാൻ എൻ്റെ ടാർഗറ്റ് പ്രൈസിലേക്ക് വന്നേക്കാം. പക്ഷേ ഞാൻ ഇത് ബൈ ചെയ്യാൻ ഒരാഗ്രഹം തോന്നിയതുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ റിസർച്ചും ഫീച്ചേഴ്സും ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റലൊക്കെ ഇവിടെ ചെയ്തു നോക്കാൻ പറ്റും. ഇത് ബോണ്ടാണ്, അതുകൊണ്ടാണ് അതൊന്നും അത്രയും ഫിഗേഴ്സ് കാണാത്ത അവിടെ. അപ്പോൾ ഞാനതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ ഉണ്ട്, റീഓർഡർ ഉണ്ട്. ഞാനത് മോഡിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്തു. മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്തേക്കുന്ന ആ പ്രൈസ് കാണാൻ സാധിക്കും. ഓർഡർ വാല്യൂ എത്രയാണെന്നുള്ളൂ, അവൈലബിൾ ലിമിറ്റ്. അതായത് ഇപ്പോൾ അത് ട്രേഡിംഗ് അക്കൗണ്ടത്ത് ഒരു 80 രൂപയാണ് ബാലൻസ് ഉള്ളൂ. ഇത് മോഡിഫൈ ആണെങ്കിൽ പിന്നെ പൈസ ആഡ് ചെയ്യണം. അപ്പോൾ അതും ആ പ്രോസസ് അതിനകത്ത് കാണിച്ചു തരാം. നമ്മുടെ ബേസിൽ ഇപ്പോൾ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് തന്നെ 6073 ആണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പ്രൈസ് ഞാൻ മാറ്റി എഴുതാൻ പോവാണ്. ഇവിടെ പ്രീവിയസ് എൻ്റർ ചെയ്ത പ്രൈസാണ് കിടക്കുന്നത്. ഞാൻ അവിടെ 6081.00 എന്ന് കൊടുത്തു. അതായത് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബിഡ് പ്രൈസ് കിടക്കുന്നത് 6080.1 നടക്കുന്നത്. ഞാനത് ഒരു രൂപയും കൂട്ടിയിട്ട് ചെയ്യുവാണ് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പത്തിന്. VTC തന്നെ കടന്നോട്ടെന്ന് വിചാരിക്കുന്നു. താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മോഡിഫൈ ഓർഡർ എന്നുള്ള കിടക്കുന്നുണ്ട്. അവൈലബിൾ ലിമിറ്റ് 80 രൂപയാണ് ബാക്കി കിടക്കുന്നുള്ളൂ. ഇത്രയാണ് ചെയ്ത് വെച്ച വാല്യൂ. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഒരു 60 രൂപയോളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട വരും. 60 ആണോ അല്ല, ഒരു 100 രൂപയോളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. മോഡിഫൈ ബൈ കൊടുത്തു. പിന്നെ താഴെ സൈറ്റ് ടു മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, അതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അത് മോഡിഫൈ ആവും. പിന്നെ ബാലൻസ് ഇല്ലാത്ത കാരണം ഏകദേശം 101 രൂപയോളം ആഡ് ചെയ്യാനാണ് പറയുന്നത്. ഞാൻ സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ആ പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ആഡായി. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് കാണാൻ സാധിക്കും 6081 ആണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും മാർക്കറ്റ് ബൈ വരുമോ അല്ലെങ്കിൽ ഈ പ്രൈസിന് മാച്ച് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ കാണാൻ പറ്റും. 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ആവുമെന്നറിയാലോ. ഗെറ്റ് കോഡിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കാണാൻ സാധിക്കും ഞാൻ പ്ലേസ് ചെയ്തേക്കുന്ന പ്രൈസ് 6080.00 എന്നുള്ള എൻ്റെ ഈ ഓർഡറാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ആദ്യം കിടന്ന ഈ താഴത്തെ ഇതായിരുന്നു, അതായത് 680.01. അപ്പോൾ ലാസ്റ്റ് ഏറ്റവും ഓഫേർഡ് പ്രൈസുള്ള, അതായത് സെല്ലിയാൻ നിൽക്കുന്നത് 6120 ആണ്. ഒന്നെങ്കിൽ ആരെങ്കിലും മാർക്കറ്റ് പ്രൈസിൽ സെല് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ എക്സിക്യൂട്ട് ആവും. അല്ലെങ്കിൽ ആരെങ്കിലും 6081 സെല് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും എൻ്റെ ഇത് എക്സിക്യൂട്ട് ആവും. ഞാനപ്പോൾ ഇത് ഡെലിവറി എടുക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. മോഡിഫൈയിൽ എനിക്ക് ഇൻട്രാഡേയിലേക്ക് വേണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എങ്ങനെ ഡെലിവറി പ്ലേസ് ചെയ്ത ഓർഡർ ഇൻട്രാഡേയിലേക്ക് ചേഞ്ച് ചെയ്യണേ. മോഡിഫൈ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഡെലിവറി എന്നുള്ളത് ക്യാൻസൽ ചെയ്യുക. ഈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വേറെ ഓർഡറായിട്ട് പ്ലേസ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ക്യാൻസൽ പിടിച്ച് കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസൽ ആയിക്കോളും. ബാക്കി നമുക്ക് എല്ലാം വെരിഫൈ ചെയ്യാം. ഇപ്പം വാലിഡിറ്റി ഉള്ളത് VTC ആണ് ചെയ്തേക്കുന്നത്. വാലിഡ് ടു
9 ഡിസംബർ വരെ വാലിഡിറ്റി ഉണ്ട്. അതായത് 2-3 ആഴ്ചത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും 6081 എന്ന പ്രൈസിൽ ആരെങ്കിലും സെല് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസിലാണ് സെല് ചെയ്യാൻ വന്നേക്കണമെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇത് ബോൺസ് ആയതുകൊണ്ടാണ് ഇത്രയും കുറവ് ക്വാണ്ടിറ്റീസ് കാണണേ. ഒരു ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റി 10 ക്വാണ്ടിറ്റി മൊത്തം എത്രയാണ് 5 ബിഡിനകത്ത് നോക്കുവാണെങ്കിൽ തന്നെ എബൌട്ട് ഒരു 16 ക്വാണ്ടിറ്റീസാണ് ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, പ്രോസസ്സ് ഇപ്പോൾ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ഇട്ടാൽ പിന്നെ ICICI ഡയറക്റ്റിലോ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കർ ആണെങ്കിൽ ലൈക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെയും ഏഞ്ചൽ വണ്ണിൻ്റെയും അപ്സ്റ്റോക്കിൻ്റെയും ലിങ്ക് കിടക്കുന്നുണ്ട്. അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ സൈറ്റ് അക്കൗണ്ട് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, സീ യു.